അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം ബറക്കത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്തായ ഷഅർ മുബാറക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചതും ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം നൽകി സ്വഹാബിമാർക്കെല്ലാം അവിടുത്തെ ഷഅർ മുബാറക്ക് ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി നൽകിയതും നാം വിവരിച്ചു. ഈ ഷഅർ മുബാറക്ക് ഉപയോഗിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതകാലത്ത് ബറക്കത്തെടുക്കുന്നതിൻ്റെ ധാരാളം വ്യത്യസ്തമായ സംഭവങ്ങൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കം ഹദീസ് പണ്ഡിതന്മാരെല്ലാം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ 5557 ഹദീസായി കൊണ്ടുവരുന്ന ഒരു ഹദീസ്. മഹാനായ ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മൗഹബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമത്ത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ പ്രമുഖയായ, ധാരാളം അറിവിൻ്റെ ഉടമയും 300 ചില്ലാനം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ അരികിലേക്ക് എന്നെ എൻ്റെ വീട്ടുകാർ ഒരു തോൽപാത്രം വെള്ളവുമായി പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഷഅർ മുബാറക്കുണ്ട്. ഈ ഷഅർ മുബാറക്ക് മുക്കിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബറക്കത്തെടുക്കാൻ, അവരുടെ അസുഖങ്ങൾക്ക് ചികിത്സയായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് മഹദിയുടെ അരികിലേക്ക് ഉസ്മാൻ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ വീട്ടുകാർ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് പറയുന്നു, വഖബല ഇസ്രാഈല സലാസ അസ്വാബിഅ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇസ്രാഈൽ എന്ന് പറയുന്ന റാവി ഈ പാത്രത്തിൻ്റെ വലുപ്പം ഏകദേശം 3 വിരലുകൾ കൊണ്ട് അളന്നു എന്ന് പറയുന്നുണ്ട്. ശേഷം ഉസ്മാൻ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വെള്ളിപ്പാത്രം ഫീഹി ഷഅറും മിൻ ഷഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിൽപ്പെട്ട ചില ഷഅറുകളുണ്ട്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായ വാക്കുകൾ. വകാന ഇദാ അസ്വാബൽ ഇൻസാന ഐനുൻ ഔ ഷൈഉൻ ബഅസ ഇലൈഹാ മിഖ്ലബ. ആ കാലത്ത് മഹാന്മാരായ സ്വഹാബിമാർ അവർക്ക് വല്ല കണ്ണീറോ മറ്റു വല്ല അസുഖങ്ങളോ ഉണ്ടായാൽ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വെള്ളപ്പാത്രവുമായി പറഞ്ഞയക്കാറുള്ള പതിവ് ആ കാലത്ത് സ്വഹാബിമാർക്കുണ്ടായിരുന്നു എന്ന് ഉസ്മാൻ ബിനു അബ്ദുല്ലാഹി ബിൻ മൗഹബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശേഷം പറയുന്നു, ഫത്തലഅതു ഫിൽ ജുൽജുൽ. എന്നിട്ട് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്കൊന്ന് എത്തി നോക്കി. ഫറഅയ്തു ശഅറാത്തിൻ ഹുംറ. നല്ല ചുവന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് ഞാൻ ആ പാത്രത്തിൽ കണ്ടു എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷഅർ മുബാറക്ക് ഹജ്ജത്തുൽ വദാഇൽ സ്വഹാബിമാർക്ക് ബറക്കത്തെടുക്കുന്നതിന് വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ആ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അവർക്ക് വല്ല പ്രയാസവും വന്നാൽ, വല്ല അസുഖവും വന്നാൽ, കണ്ണേറടക്കമുള്ള, വെള്ളപ്പാണ്ടടക്കമുള്ള, കുഷ്ഠരോഗമടക്കമുള്ള പ്രയാസങ്ങൾ അവർക്ക് കടന്നു വന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് മുക്കിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചികിത്സ നടത്താനും അവരതിൽ നിന്ന് ബറക്കത്തെടുക്കാനും ശ്രമിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി ഈ ഹദീസുകളിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയായി അത് കാണിച്ചു തരികയും ചെയ്യുകയാണ്. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന
മഹത്തായ ചര്യയാണ് ഈ ബറക്കത്തെടുക്കൽ എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.